ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷനിൽ ഒരു ഫെസ്റ്റ് കാണാൻ പോകുന്നത്, എക്സോൺ ഫെസ്റ്റ്. ഒരു കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു വലിയ എക്സ്പോ ആണ്, നാഷണൽ എക്സ്പോ ആണ് ബാംഗ്ലൂരായിട്ട്. കൊണ്ടുപോകാൻ വേണ്ടി മെട്രോ കയറാൻ വേണ്ടി ഞങ്ങൾ BKM ലേഔട്ടിൽ വന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരു RV റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് വേറെ മെട്രോ കയറണം. അപ്പോൾ മെട്രോ സ്റ്റേഷനൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ പുറത്തെ ഗ്ലാസ്സിൽ കൂടി നോക്കണത് ഇതാണ്, ഫുൾ എക്യുപ്മെൻറ്റ്സ്. ഇവിടെയാണ് എക്സിബിഷൻ നടക്കുന്നത്. എക്സോൺ 2025 ഇതാണ് എക്സിബിഷൻ്റെ പേര്. എല്ലാ വർഷവും നടക്കുന്ന എക്സിബിഷനാണ്. അപ്പോൾ അതിന് ഫ്രണ്ട് എത്തിയിട്ട് ബാക്കി. അപ്പോൾ ഓൾറെഡി ഞാൻ പാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തേക്കുള്ള ഓൺലൈനിൽ ഇവരെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ അവർ QR കോഡ് കാണിക്കുമ്പോൾ അവർ നമുക്ക് ബാഡ്ജ് അല്ലെങ്കിൽ ടാഗ് തരും. അപ്പോൾ ഫ്രണ്ടിലാണ് ആ ടാഗ് സംഭവം ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണം. ഒരുപാട് ആൾക്കാരുണ്ട്. എക്സിബിറ്റേഴ്സ് ലിസ്റ്റ് എന്നും പറഞ്ഞു ഏതൊക്കെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ ബാഡ്ജൊക്കെ കിട്ടി. ബാഡ്ജ് ഇതുണ്ടോ, ഇതാണ് എൻ്റെ ബാഡ്ജ്. അപ്പോൾ എൻട്രിയാണ്, എൻട്രി എടുക്കട്ടെ. അപ്പോൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് സ്കാനൊക്കെ അവർ ചെയ്തിട്ട് അകത്തേക്ക് പയ്യെ കയറി തുടങ്ങി. എന്താണ് അത്താ, വി റിയലി മിസ് യു. നിങ്ങൾ വരേണ്ട സ്ഥലമായിരുന്നു. എന്തായാലും അകത്ത് കയറിയിട്ട് ബാക്കി കാണിക്കാൻ. ഇത് നടക്കാനുണ്ട് ഒരുപാട്. ഈ സംഭവം എക്സിബിഷൻ തുടങ്ങിയേക്കണെന്ന് പറഞ്ഞാൽ 2000 തുടങ്ങിയതാണ്. എല്ലാ 2 വർഷം കൂടുമ്പോൾ തുടങ്ങും. അപ്പോൾ 2000 ലാസ്റ്റ് നടന്നത് 2023 ഇനിയിപ്പോൾ 2025 എല്ലാം ഇവിടെ വെച്ചാണ് നടക്കുന്നത്. ബാംഗ്ലൂർ വെച്ചാണ് നടക്കുന്നത്. പക്ഷേ ഇത് മസ്റ്റ് വിസിറ്റ് ഒരു സംഭവമാണ്. ഒരുപാട് എക്യുപ്മെൻറ്റ്സിൻ്റെ എക്സിബിറ്റ്, കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. എക്സോൺ കണ്ട 9 to 13 December BIC Bangalore, India. Vision of our real world progress. ഇവിടെ ഒരുപാട് ഹാളുണ്ട്. ഹാളിനകത്ത് ഓരോ എക്സിബിറ്റേഴ്സും ഓഫീസും അങ്ങനെ പരിപാടി എന്നൊക്കെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്നാലും ഞാൻ ഒരു ഹാളിലേക്ക് കയറി നോക്കട്ടെ. അങ്ങനെ ബാക്കിൽ മൊത്തം ക്രെയിനിൻ്റെ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സിൻ്റെ സംഭവങ്ങളുണ്ട്. ഇതുപോലെ ഓരോ ആൾക്കാർ സാധനങ്ങൾ തരും. പിടിച്ചോ. ആളുടെ അകത്ത് കയറിയപ്പോൾ ഇതുപോലത്തെ ലിഫ്റ്റ് സംഭവങ്ങൾ, അതിൻ്റെ പേരെനിക്കറിയില്ല, അതിൻ്റെ സെറ്റപ്പുള്ള ഇതാണ്. ലിഫ്റ്റ് ക്രെയിൻസ് അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയണമെന്ന്. ഓരോരോ കമ്പനി, ഇന്റർനാഷണൽ കമ്പനീസിന് ഓരോരോ കമ്പനി ഉണ്ട്. നമ്മൾ കുറേ കേൾക്കാത്ത ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ലിഫ്റ്റിൻ്റെ ഐറ്റംസാണ് ഈ ഒരു സെക്ഷനിൽ തോന്നുന്നത്. ഒരു സെക്ഷനിൽ എനിക്ക് തോന്നുന്നു ഈ ലിഫ്റ്റിൻ്റെ സെക്ഷനാണ് മൊത്തം. അല്ലാതെ കുറേ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് എൻജിൻസിൻ്റെ ഹൈഡ്രോളിക് ഹോസ് കാര്യങ്ങളും, മറ്റേ വിഞ്ചസ്. ഇത് വലിയ ഹെവി വിഞ്ചസാണ് ഈ കാണുന്ന ഓരോ കമ്പനിയുടെ വിഞ്ചസ്. ക്രെയിനും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളുണ്ട്. ജനറേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനമുണ്ട് ഈ ഒരു ഇതിൽ. ഇത് വെറും ഒരു ഹോളാണ് കയറിയിട്ടുള്ളൂ. ഇനിയുണ്ട് ഇതുപോലത്തെ ഒരുപാട് ഹോള്. സെഷനായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് സ്പെയർസ്, എൻജിൻസ്, അതിൻ്റെ കിറ്റ്സ്, ബ്രേക്കർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് കേൾക്കാത്ത കമ്പനികളുടെ ഒരുപാട് ബ്രേക്കേഴ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ബ്രേക്കേഴ്സ് ഇത് ബാംഗ്ലൂർ, കൊൽക്കത്ത, കൊച്ചി TMC എർത്ത് മൂവ്സ് അവരുടെ ബ്രേക്കറാണെന്ന് തോന്നുന്നു.
ഹൈഡ്രോളിക് സംഭവങ്ങൾ, മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ഹാളിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുക, അടുത്ത ഹാളിലേക്ക് കയറട്ടെ. ഇത് മൊത്തം ലിഫ്റ്റ്, എന്താണ് കഫോൾഡ്, അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങൾ, സ്പേസ്, ഹൈഡ്രോളിക് സ്പേസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക. പിന്നെ വേറൊരു ഹാളിൽ കയറിയപ്പോൾ ഇവിടെ കൂടുതൽ എന്താണ് സേഫ്റ്റി ഷൂസിൻ്റെ ഇതും സേഫ്റ്റി ഗ്ലാസ്സസ് കാര്യങ്ങൾ, പിന്നെ ചെയിൻ ബ്ലോക്ക്, അതിലും വിഞ്ചസും ഉണ്ടെന്ന് തോന്നുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ട്. താങ്ക് യു. പിന്നെ ഈ കവറൊക്കെ തന്ന് സഹായിച്ച് ഓരോ ബ്രൗഷർ വരുമ്പോൾ ചെറിയ ചെറിയ എക്സ്കവേറ്റേഴ്സും ബ്രേക്കർ. നമ്മൾ ആ കാണുന്നത് തന്നെ നമ്മൾ NH-ൻ്റെ വർക്കിനൊക്കെ കാണുന്ന റോഡിൽ പണിയെടുക്കുന്ന വണ്ടി ഉണ്ടല്ലോ, റോഡ് ലെവൽ ചെയ്യുന്ന സാധനം, അത് ഈ സെക്ഷൻ മൊത്തം അങ്ങനെയാണ്. ചെറിയ ചെറിയ ഇതാണ് സ്പെസിഫിക്കേഷൻസ്. ജനറേറ്ററൊക്കെ ഉണ്ട്. ജനറേറ്ററാണോ ലൈറ്റിൻ്റെ സെക്ഷനാണോ തോന്നുന്നത്? ജനറേറ്ററാണെന്നു കൊഹ്ലർ അതിൻ്റെ എൻജിനാണ്. മറ്റേ JCB, ഹിറ്റാച്ചി അതിൻ്റെയൊക്കെ ഓറിങ്ങും സാധനങ്ങളൊക്കെയാണ്. ഓറിങ്ങും ചെറിയ ചെറിയ ഹൈഡ്രോളിക്കിൻ്റെ സാധനങ്ങളുണ്ട്. വൈബ്രേറ്റർ ഉണ്ട്. കട്ടിങ് മെഷീൻസ്, കോൺക്രീറ്റ് കട്ടിങ്, റോഡ് കട്ടിങ്, മക്കിത്താട. ഇത് ഫൈൻ്റെ മാത്രം കമ്പനിയാണ്. ഫൈൻ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അടുത്ത ഹാളിലേക്ക് പോവുകയാണ്. ഹാൾ 3 എൻട്രി ചെയ്യുന്നു. ഇവിടെ എന്താണെന്ന് നോക്കാം. ആദ്യം കാണുന്നത് ബക്കറ്റ്സും ഇവിടെ ഒരുപാട് സാധനമുണ്ട്. വൈബ്രേറ്റർ, വലിയ വലിയ മൈനിങ് ബക്കറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. വലിയ ബക്കറ്റ്. വലിയ മൈനിങ് ബക്കറ്റ്സ്, ട്രെഞ്ചിങ് ബക്കറ്റ്സ്, അതിൻ്റെ ഓരോരോ ടീത്തും കാര്യങ്ങളും. ഫാം എക്യുപ്മെൻറ്റ്സിൻ്റെ ഓറിങ്സ് കാര്യങ്ങൾ, വുഡ്ലാൻഡിൻ്റെ സേഫ്റ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻജിൻ സാധനങ്ങളൊക്കെ. ഇത് കൊള്ളാം. ചൈനായിട്ട് ആണോ? ഡാമോ. ഇത് പൈലിങ്ങിൻ്റെ എന്തോ സാധനമാണ്. ആൾക്കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഔട്ട്ഡോർ കാഴ്ചകൾ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആളിന് മൊത്തം എന്ന് പറഞ്ഞാൽ ബ്രേക്കർ, അതിൻ്റെ സാധനങ്ങൾ, ചപ്പ് ചവറ്, കുറേ പരിപാടി സാധനങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ ബ്രാൻഡിൻ്റെ ഒരുപാട് ബ്രാൻഡുണ്ട്. ഓരോ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചൈനീസ് ബ്രാൻഡുണ്ട്, കൊറിയൻ ബ്രാൻഡുണ്ട്. ഹുണ്ടായൊക്കെ കൊറിയനാണ് തോന്നുന്നത്, കൊറിയൻ ബ്രാൻഡാണ്. ഹുണ്ടായുടെ ഔട്ട്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്പെയർസ്, ഓരോ നട്ടും ബോൾട്ടും, ഒരു മുട്ടുസൂചി അതിന് വേണ്ടെങ്കിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ടയേഴ്സിൻ്റെ കമ്പനി ഒരുപാട് ടയേഴ്സ് ഉണ്ട്. അപ്പോളോ, മാഫ്, അങ്ങനെ കുറേ ഇൻ്റർനാഷണൽ ടയേഴ്സ് കാര്യങ്ങൾ, JK ടയേഴ്സ്. അതിൻ്റെ അകത്തൊക്കെ ഓരോ ഹാളിലൊക്കെ ഒരുപാട് സാധനമാണ്. ഇനിയിപ്പോൾ ഔട്ട്ഡോറിലേക്ക് പോവുകയാണ്. ഔട്ട്ഡോറിലാണ് കൂടുതൽ എക്യുപ്മെൻറ്റ്സ്, വലിയ വലിയ എക്യുപ്മെൻറ്റ്സ്, ടച്ച് എക്യുപ്മെൻറ്റ്സ്, എന്താണ് എക്സ്കവേറ്റേഴ്സും JCBസൊക്കെ പുറത്തുകൊണ്ട് വെച്ചേക്കണം. അപ്പം അത് കാണാൻ തന്നെയാണ് മെയിനായിട്ട് ഇവിടെ വന്നത്, ഈ എക്സ്പോയ്ക്ക് വന്നത്. എന്തായാലും നടക്കുവാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വെയിലും ഉണ്ട്, പക്ഷെ തണുപ്പുമാണ്. അപ്പം
അപ്പോൾ നമ്മളെത്തി. എൻ്റെ എക്സ്പോൻ്റെ എൻട്രൻസിലെത്തി. പുറത്തെ ഔട്ട്ഡോർ എക്യുപ്മെൻസിൻ്റെ എൻട്രൻസിലെത്തി. ക്രെയിൻ്റെ സെക്ഷൻ ഓരോരോ സെക്ഷനിലാവുന്നുണ്ട്. ക്രെയിൻ്റെ സെക്ഷൻ അവിടെയാണ്. വോൾവോ, ഹിറ്റാച്ചി, അതൊക്കെ പോപ്പുലർ ബ്രാൻഡ്സ് ആണ്. യാൻമാർ, അതിൻ്റെ ബ്രേക്കേഴ്സ് ഒക്കെ ഉണ്ട്. ബ്രേക്കേഴ്സ് ഉണ്ട്. ഇത് ഫാമിംഗ് പരിപാടിക്ക് യൂസ് ചെയ്യണമാവുന്നു. ഇത് കുറേ കാണുന്നു. ട്രക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇതൊക്കെ നമ്മളവിടെ ഇന്ത്യൻ ഒരുപാട് മെഷീൻസ് കണ്ടിട്ടില്ലേ. ഡോസ്കോ ബ്രേക്കേഴ്സ്, അതിൻ്റെ ബക്കറ്റ് ടീറ്റ്സ്, അവിടെ ബിസിനസ് മീറ്റിംഗ്സ് എന്ന് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്തൊക്കെ ബക്കറ്റ് ടീറ്റ്സ്, പിന്നെ ഓരോരോ മെഷീൻസിനുള്ള ഓരോ ഇത് ബ്രേക്കേഴ്സ്. കോൺമാറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം എന്താ അറിയില്ല. കോൺമാറ്റ് ഇത് യാൻമാറിൻ്റെ കമ്പനി, ഫുള്ള് യാൻമാറാണ്. ഇവിടെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട്. ഇവിടെ എക്സ്കവേറ്റർ EC650 എന്നും പറഞ്ഞ ഒരു എക്സ്കവേറ്റർ. അത് ഭയങ്കര വലുതാണ്. ഭയങ്കര വലുത്. കൂടുതൽ മൈനിങ്ങിന് ഉപയോഗിക്കണം. എൻ്റെ സ്പെക്ക് ഇതാണ്. സ്പെക്ക് കണ്ടല്ലോ, ഭയങ്കര സൂപ്പർ രസമുണ്ട് കാണാൻ. ഭയങ്കര രസമുണ്ട്. ഫുള്ള് AC സെറ്റപ്പ് സാധനം. അവിടെ വോൾവോടെ എന്തൊക്കെയോ സാധനം. വോൾവോടെ വോൾവോയിൽ എന്തോ പരിപാടി. ഇവിടെ മൊത്തം വോൾവോടെ സെക്ഷനാണ്. വോൾവോടെ എക്യുപ്മെൻറ്റ്സ് ആണ് മൊത്തം. ഇതാണ് D13 എഞ്ചിൻ. എന്തിനാന്ന് എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ബിലോ. വോൾവോടെ തന്നെ റോട്ടർ വൈബ്രേറ്റർ. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടോ? എന്താണ് മെഷീൻ മേടിച്ചാണ് പുള്ളിയാണ് മേടിച്ചത്. ഇവിടെ വർക്കിലൊക്കെ കൂടുതൽ കണ്ടെന്ന് എനിക്ക് മെഷീനാണ്. വോൾവോ ബ്രേക്കർ നോക്കി, സെറ്റ് ബ്രേക്കർ അല്ലേ. തൊട്ടപ്പുറത്ത് തന്നെ ടാറ്റ ഹിറ്റാച്ചി ഉണ്ട്. തൊട്ടപ്പുറത്ത് ഞാൻ അങ്ങോട്ട് പോവാം. അവിടെ ഒരുപാട് ഫിനാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വണ്ടി ഇവിടെ ബുക്കിങ്ങും സൗകര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബക്കറ്റ് കണ്ടോ, ഇത് മൊത്തം ടാറ്റ ഹിറ്റാച്ചി. എൻജിൻ, അവരുടെ എക്യുപ്മെൻറ്റ്സ്. ടാറ്റയുടെ എന്ത് രസമാണ് കാണാൻ. നല്ല അടിപൊളി കളറിങ്. ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. അതവരുടെ സ്പേസ് കൊടുക്കണമെന്നാവുന്നു. ഇത് മൈനിങ്ങിന് യൂസ് ചെയ്യണം ടാറ്റയുടെ. 490H സ്പെക്ക്, 370 LCH അതിൻ്റെ സ്പെക്ക്. ഇത് 350 LC, EX 350 LC പ്രൈം അതിൻ്റെ സ്പെക്ക്. ഇത് 220 LC. ഇതൊക്കെ ഒരുപാട് വണ്ടിയുണ്ട് നമ്മുടെ നാട്ടിൽ. വേറെ ചെറിയ എക്സ്കവേറ്റേഴ്സ് 23U അത് AC 50 AC ക്യാബിന് കൊള്ളാം.
ബ്രേക്കർ ലൈനും ഉണ്ട് അതിന്. ഇതിൻ്റെ സ്പെക്ക് അറിയാത്തവർക്ക് അറിയാം, നോക്കുക. റിലയബിൾ ഓറഞ്ച്, ഇത് അവരുടെ സംഭവമാണ്. ഇതെന്ത് വണ്ടിയാണ്? ഇത് അവരുടെ എന്താണ് ബാക്ക് ലോഡറാണ്. അവർ 2DXൻ്റെ ആ ടൈപ്പാണെന്ന് തോന്നുന്നു. ചെറിയ വണ്ടിയാണ്. ഇവരുടെ ടാറ്റ ഹിറ്റാച്ചിയുടെ വണ്ടികളെല്ലാം വന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാ വണ്ടികളും ഇന്ത്യൻ ആയതുകൊണ്ട് ഫുള്ള് കൊണ്ടുവന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കാറ്റർപില്ലറിൻ്റെ മെഷീൻസും ഉണ്ട്. നമുക്ക് അത് കയറി നോക്കാം. അകത്ത് കയറി വരുമ്പോൾ എൻട്രി എക്സിറ്റ് എന്തായാലും ഈ വഴി കയറാം. ചൂടത്ത് കയറിയപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. എന്തോ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്, എന്ത് ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇതാണ് ഓഫേഴ്സ്. $1,00,000 ഓഫേഴ്സ് ഉണ്ട്. വണ്ടി ബുക്ക് ചെയ്താലോ? ഓഫേഴ്സ് ഇറക്കണം. എക്സോണിൻ്റെ ഓഫേഴ്സ്. ഇതൊക്കെ ബുക്കിങ്ങിൻ്റെ തിരക്കാണ്. നമുക്ക് പയ്യെ ഇറങ്ങാം. ബുക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പയ്യെ ഇറങ്ങാം. ഭയങ്കര തിരക്കാണ്. ഓരോ സ്റ്റേറ്റിന് ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം കർണാടക, ഇത് കേരള, അവിടെ തമിഴ്നാടു, ആന്ധ്ര, തെലുങ്കാന. ഇവിടുന്ന് ഇന്ന് ബുക്ക് ചെയ്യണവർക്ക് കുറച്ചും കൂടി എന്താ പറയണ്ട ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ്. സംസാരിച്ച് നോക്കാം എന്താണെന്ന്. സെക്ഷൻ മൊത്തം ക്യാറ്റിൻ്റെ വണ്ടിയുടെ കാറ്റർപില്ലർ. നല്ല ഒരു സെറ്റപ്പ് വണ്ടിയാണ്. ടാറ്റയുടെ ഭയങ്കര തിരക്കാണ് അതിനകത്ത്. ഇപ്പം ഇതിൻ്റെ അകത്ത് പോവാം. We have Balvi Constructions and Krishna Infrastructure with us. All the way Bangalore pe aaye hue hain yahan with 100 years of Caterpillar and they are here to take away the key for 818F. Congratulations. ये नई गाड़ी के लिए जो आने वाला है आपके घर पे जामनगर पे. And sir, आपका नाम Kashyap. पुदी वंडी और business, right? First time joining business. Okay, so this is what year? First year, second year, third year? First year. First year. So you're learning from dad? Yeah, I'm learning from my dad. Yeah. You like it? You always wanted to do this? So I always wanted to join the construction industry and work into it. We have young minds now, the AI minds I should say, the Gen Z crowd into it. Sir, ये आपका पापा है? नहीं? Uncle जी, आपका नाम? Lakhan. Lakhan ji, Pulliyana Kashyap and Tillai, Mr. Tillai ഒരു Lakhan ji. വണ്ടികൾ 7 years സർവീസാ. This is the shop already which is being draped around you. And he's a fleet customer. ഇവിടെ ഗോൾഫ് കളിക്കുന്നു ബക്കറ്റിലിടാൻ വേണ്ടി. 323 and 2021 model numbers of Caterpillar. അങ്ങോട്ട് പോകണം. നമ്മൾ JCBയുടെ നമ്മൾ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം, ബാക്കിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഫ്രണ്ടിലുള്ളത് JCBയുടെ ആണ് മൊത്തം. ഫുൾ JCB സാധനങ്ങൾ. JCBയുടെ വലിയ എക്യുപ്മെൻറ്റ്സ്, JCBയുടെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. 520 XLC. Okay, but nevertheless, guys, let's hear it for our India dealer principals to bring the rock stars, the superstars, hitting those milestones, bringing in all the numbers, and glorifying this entire big, bright, beautiful pavilion, the JCB pavilion. Thank you so much. Thank you. Thank you for being such a sport. Please. Thank you for being such a sport. Thank you. Thank you. സാമി വന്നേക്കണം, സാമിനെ കിടക്കും. ഫുൾ JCBയുടെ എക്യുപ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. All right. As we celebrate our India dealership principles, now it's time for us to welcome onto the stage a very special guest who've come from different parts of the world.
This morning we had our guests coming in here from the SARS region as well as the Africa's region. People from Nepal, Bhutan, people from Tanzania, people from all over the place. We would like to welcome them onto the stage. But before I bring them onto the stage, we have a celebration dance that we put together for y'all. Can we have them up front here? Can we have you up front here before we bring you onto the stage? We want you to witness this performance. Before we get started. We want you to stay right here. Yes. Stay right here. We want you to witness this performance before we bring you up on stage. Specially curated, handcrafted for each one of you who come in here all the way from different parts of the world. Welcome to India. Welcome to Karnataka. സിഗ്നേച്ചർ ഡാൻസ് എന്നാ അവര് പറഞ്ഞത്. ഇതിനകത്ത് ബുക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഓരോ സ്റ്റേറ്റിന് വേണ്ടി ഓരോ റെപ്രസെൻറ്റേറ്റീവ്സിന് ആക്കിയിട്ടുണ്ട്. പോപ്പുലർ JCB അത് നമ്മുടെ കൊച്ചിയാണ്. ഇവിടെ ഒരുപാട് ഫിനാൻസേഴ്സ് ഉണ്ട്. ബുക്ക് ചെയ്യുക, ഫിനാൻസ് ചെയ്യുക, വണ്ടി കൊണ്ടുപോകുക. വണ്ടി ഇവിടെ അവിടെ കിട്ടുമെന്നാണ് അവർ പറയണത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്റ്റോറുണ്ട് JCBയുടെ. ആ സ്റ്റോറിൽ ഇവരുടെ സേഫ്റ്റി ഷൂസ്, ബാക്ക് പാക്സ്, ടീഷർട്ട്, ടോയ്സ്, JCB ടോയ്സ് കണ്ട ഒരുപാട് അവിടെ JCB ക്യാപ്സ് കാര്യങ്ങളെല്ലാം മേടിക്കും. ബാഗ്, വാലറ്റ് അത്ര 4000 രൂപയാണ്. അതിന് 4000 റിമോട്ട് കൺട്രോൾ JCBക്ക് 4000 രൂപ. അത് എത്രയാണ്? ഇറ്റാച്ചിക്ക് എത്രയാണ്? എക്സ്കവേറ്ററിന് 4000 രൂപ. 800 രൂപ ചെറുത്. അല്ല, റിമോട്ട് കൺട്രോൾ 4000 രൂപ. അത് 4000 രൂപയാണ്. സെറ്റ് കാര്യങ്ങൾ. ഇവിടെ ഹെഡ്സെറ്റൊക്കെ ഉണ്ട് JCBയുടെ. ഇതിന് 800 രൂപ. പിന്നെ ഓയിൽ സാധനങ്ങളൊക്കെ. ബാ ചുമ്മാ കയറി. അവിടെ എന്തോ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോകണം. ക്യാറ്റിൻ്റെ എന്തോ സ്ക്രാച്ച് ആൻഡ് വിൻ പരിപാടിയിൽ ഒരു ക്യാപ്പ്, ഒരു കീച്ചനും കിട്ടി. കൊള്ളാം, പരിപാടി കൊള്ളാം. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകും. സമയം 1 മണിയായി. എന്തെങ്കിലും കഴിക്കണം. അതുകൂടാതെ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ബിയറൊക്കെ ഉണ്ട്. ബിയർ, ചിൽഡ് ബിയേഴ്സ് ഒരാൾക്കാർ അടിച്ചോണ്ടിരിക്കുന്നു. അതെന്തെങ്കിലും ചെയ്യട്ടെ. നമുക്ക് ഇവിടുത്തെ നോക്കാം. മാച്ചോ കൊമാറ്റ്സുവിൻ്റെ തന്നെ. പിന്നെ സാനിയയുടെ എക്യുപ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നത് മൊത്തം. ഇതും ഫുൾ മൈനിങ്ങിൻ്റെ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഫുൾ മൈനിങ് എക്യുപ്മെൻറ്റ്സ് ആണ്. വലിയ ട്രക്കും അവരുടെ സാധനങ്ങൾ. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. നമുക്ക് ഹുണ്ടായുടെ സെക്ഷൻ, കൊമാക്കോ അതിൻ്റെയൊക്കെ സെക്ഷൻ ഉണ്ട്. കൊമാക്കോ അല്ല, കുബിൽക്കോട സെക്ഷനിലേക്കൊക്കെ പോകാം. ഒന്ന് സെറ്റപ്പ് ഉണ്ട്. സാനിയുടെ വണ്ടി നോക്കി. EV ആണ് കേട്ടോ, അത് ഇലക്ട്രിക് ആണ്. ഇലക്ട്രിക് വണ്ടിയാണ്. ഇത് ക്രെയിൻ
കാണുന്നത് പൈലിംഗ് സാധനങ്ങളാണ്. ഭയങ്കര വലിയ പൈലിംഗാണ്. ഷാനിയാണ്. ഈ സൈഡ് ഇലക്ട്രിക്സ് ആണ്. നീല കളർ മൊത്തം ഇലക്ട്രിക് വണ്ടിയാണ്. ന്യൂ ലോഞ്ച് ഇലക്ട്രിക് വണ്ടിയാണ്. ബാക്കിലൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ബ്രേക്കേഴ്സ് കാര്യങ്ങളൊക്കെ തമ്മിലിന് വേണ്ടി നടിച്ച ഇതെന്താവും അറിയില്ല. അത് ഭയങ്കര വലിയ വീഡിയോ ആവുമോയെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. അങ്ങനെ എടുക്കുവാണ് കാണുന്നതല്ല. ഇവിടുത്തെ സെക്ഷൻ പറഞ്ഞാൽ XCMG ക്രെയിൻസിൻ്റെ ആണ്. അണ്ടർ ബൂം, ഡു നോട്ട് സ്റ്റാൻഡ് അണ്ടർ ബൂം. മൊത്തം ക്രെയിൻ്റെ സെക്ഷൻ. അവരുടെ ബാക്ക് ഓർഡറൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ ചെറിയ ചെറിയ എക്സ്കവേറ്റേഴ്സ് കാര്യങ്ങൾ. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹുണ്ടായിയുടെ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിന്റെ സെക്ഷനിലേക്ക് വന്ന് ഇതാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്. ഹുണ്ടായി ഇവിടെ തന്നെ ഫുഡ് കോർട്ടും ഉണ്ടെന്ന് കേട്ടോ. ഹുണ്ടായുടെ ഒരുപാട് വണ്ടികളുണ്ട്. ഹുണ്ടായുടെ വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. കൊറിയൻ ബ്രാൻഡ് ആണെങ്കിലും. ഇത് ഇലക്ട്രിക് ആണ്. ഈ വണ്ടി ഇലക്ട്രിക്കാ. 35E. ഇതും എനിക്ക് തോന്നുന്നു ഇത് ഇലക്ട്രിക് അല്ല. I would like to request Mr. Mahanand sir to be on stage and have HX30 AZ. Hyundai 30AZ Robex 210E എക്സ്കവേറ്റേഴ്സ്. 85 കൊള്ളാട്ടെ. നല്ല രസമുണ്ട് കാണാൻ. ഒതുങ്ങിയ പക്ഷേ റൂമിന് ഹൈറ്റ് കുറവാണ്. R150L അത് എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് ആണെന്ന് നോക്കട്ടെ. ഇലക്ട്രിക് അല്ല ഡീസൽ ഹൈഡ്രോളിക്. ഇലക്ട്രിക് അല്ല. എന്റെ തെറ്റ്. ഇലക്ട്രിക്കിന്റെ അടയൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ഇലക്ട്രിക് കൊണ്ടുവരില്ല. ഇതവരുടെ ബക്കറ്റ്, മൈനിങ് ബക്കറ്റ്, വൈബ്രേറ്റർ അതിലുണ്ട്. അതിൽ തന്നെ ബ്രേക്കറും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ സെറ്റിൽ. ഒരു ചെറിയ വണ്ടി 30AZ ഡിസ്പ്ലേ ടൈപ്പ്. എന്തായാലും സെറ്റപ്പാ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ എക്സിബിഷൻ എല്ലാ വർഷവും എല്ലാ വർഷമല്ല 2 വർഷം കൂടുമ്പോഴാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് വരേണ്ടതാണ്. ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഡിമോളിഷിംഗ് ഫീൽഡ് അങ്ങനത്തെ പരിപാടി ഇതിലുള്ളവർ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു എക്സിബിഷനാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ.